ഓഗസ്റ്റ് 2 ഓഗസ്റ്റ് 7 അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സ്പെഷ്യലായിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. ഇന്ന് GKയുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. കുറച്ച് ലെങ്തുള്ള വീഡിയോ ആണ്, എന്നാലും ഇന്ന് തന്നെ ഈ ഒരു ക്ലാസ്സിലെ കണ്ടൻറ്റ് പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. അത് നന്നായിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ച് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ജില്ലാടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. LDCയുടെ അത്രയും നിയമനം ഇല്ലെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതുന്ന ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോട് മാത്രം നിങ്ങൾ കോമ്പീറ്റ് ചെയ്താൽ മതി. അതിലൊരു ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഒരു പക്ഷേ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ഇനിയുള്ള സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗം. അത്യാവശ്യം ഒരു ഡ്രൈ ടോപ്പിക്കാണ്, പലരും വിട്ടുകളയുന്ന ഒരു ഭാഗമാണ്. ആ ഒരു സെക്ഷനാണ് ക്യാപ്സ്യൂൾ പോലെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. കേരളത്തിലെ സിവിൽ സർവീസ്, അതുപോലെ ഭൂപരിഷ്കരണങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം ആയി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ സെഷനാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു ഓഡിയോ ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. പോയിന്റുകളെല്ലാം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കേട്ട് ഇന്ന് തന്നെ ഈ കാര്യങ്ങളൊന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കാം. മിനിമം ഇത്രയെങ്കിലും നമ്മൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. വലിയ ടോപ്പിക്കാണ്. അതിലെ കണ്ടൻറ്റാണ് ക്യാപ്സ്യൂൾ പോലെ ചെറിയൊരു ക്ലാസ് ആക്കി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെയാണ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. ഈ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നത് അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരാണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നത് അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥരാണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയും. ഈ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ് IAS, IPS എന്നിവയൊക്കെ. IASഉം IPSഉം അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ്. ഇനി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത് കേന്ദ്ര സർവീസിലെ അഥവാ സെൻട്രൽ സർവീസിലെ ഉദ്യോഗസ്ഥരാണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ സർവീസിലെ അഥവാ കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥരാണ് എന്നറിഞ്ഞിരിക്കുക. ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ഒക്കെ ഈ കേന്ദ്ര സർവീസിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസും അതുപോലെ ഇന്ത്യൻ റെയിൽവേ സർവീസും ഒക്കെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കേന്ദ്രമൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർവീസിൻ്റെ ഉണ്ട്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലെ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് സംസ്ഥാന സർവീസ്, സ്റ്റേറ്റ് സർവീസിൽ വരുന്നത്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലെ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഏത് സർവീസിലേതാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർവീസ് അഥവാ സ്റ്റേറ്റ് സർവീസിലെയാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ KS, അതൊക്കെ ഈ ഒരു സ്റ്റേറ്റ് സർവീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തോണം. ഇനി സെയിൽസ് ടാക്സ് ഓഫീസർ തസ്തിക ഏത് സർവീസിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്. സെയിൽസ് ടാക്സ് ഓഫീസർ തസ്തിക സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് PSC ആണ്. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾക്ക് ഭരണ നവീകരണം എന്ന് പറയുന്നു. ഈ ഭരണ നവീകരണം ലക്ഷ്യമാക്കി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രൂപവൽക്കരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾ. നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഭരണ നവീകരണമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ രൂപീകരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേരാണ് ഭരണപരിഷ്കാര കമ്മീഷനുകൾ. കേരളത്തിലെ ആദ്യത്തെ പരിഷ്കാര കമ്മീഷൻ, അതായത്
ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ എന്ന് പറയും. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് 1957 ഒരു ഭരണം വലിയ സുഖമൊന്നും ഇല്ലാത്ത രീതി ഇങ്ങനെ നിലത്ത് കിടന്ന് എഴയുവാണെങ്കിൽ അതിനെ പരിഷ്കരിക്കണ്ടേ? അപ്പോൾ എഴയുകയാണെങ്കിൽ പരിഷ്കരിക്കാൻ വേണ്ടി ആദ്യത്തെ കമ്മീഷൻ വന്നത് 57 ഉറപ്പിക്കാമല്ലോ. കാരണം ഓപ്ഷനിൽ ചിലപ്പോൾ 56, 54, 50 അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് പെട്ടെന്നൊന്ന് സ്പാർക്ക് വരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ അഥവാ ARC അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ നിലവിൽ വന്നത് 1957 ഓക്കെ. ഒന്നാം സംസ്ഥാന പരിഷ്കാര കമ്മീഷൻ്റെ തലവൻ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ് ഒന്നാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ തലവൻ. 1965 രണ്ടാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചത് MK വെള്ളോടിയാണ്. ഹൈദരാബാദ് മുൻ മുഖ്യമന്ത്രിയായ MK വെള്ളോടിയാണ് 1965 രണ്ടാം സംസ്ഥാന പരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ 1997 മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാറാണ്. 97 നിലവിൽ വന്ന മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ EK നായനാരായിരുന്നു എന്ന് ഓർത്തിരുന്നോളുക. ഓക്കെ. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സാധാരണക്കാരൻ്റെ നന്മയ്ക്കായി കൂടുതൽ ഇടപെടലുകൾ നടത്താനാകുന്ന തരം ഭരണം ശുപാർശ ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ഏതാണ്? ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഉത്തരം ഒന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 57 വന്ന ഒന്നാമത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും സാധാരണക്കാരൻ്റെ നന്മയ്ക്കായി കൂടുതൽ ഇടപെടലുകൾ നടത്താം, അതിന് സഹായകമാകത്തക്ക രീതിയിലുള്ള ഒരു ഭരണം ശുപാർശ ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടി ഇടപെടലുകൾ നടത്തണം എന്നുള്ള രീതിയിലുള്ളൊരു ആശയമാണ് അവിടെ പറഞ്ഞേക്കുന്നത് ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ. സർക്കാരിനെ അഴിമതി വിമുക്തവും കാര്യക്ഷമവുമാക്കാനുള്ള നടപടികൾ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം രണ്ടാം കമ്മീഷൻ. സർക്കാരിനെ അഴിമതി വിമുക്തവും കാര്യക്ഷമവുമാക്കാനുള്ള നടപടികൾ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. പൗരാവകാശ പത്രം, പരാതി പരിഹാരം, സുതാര്യത, വിവരാവകാശം എന്നിവയെപ്പറ്റി റിപ്പോർട്ടുകൾ നൽകിയ കമ്മീഷൻ ഏതാണ്? ഉത്തരം മൂന്നാം കമ്മീഷൻ. പൗരാവകാശ പത്രം, പരാതി പരിഹാരം, സുതാര്യത, അതുപോലെ വിവരാവകാശം എന്നിവയെപ്പറ്റി റിപ്പോർട്ടുകൾ നൽകിയ കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്നാം കമ്മീഷനാണ്. ഓക്കെ. നാലാം സംസ്ഥാന പരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്ന് ചോദിക്കാം. 2016 സെപ്റ്റംബർ മാസത്തിലാണ് ഈ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ വന്നത്. 2016 നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങിയപ്പോൾ അന്ന് LDF ഗവൺമെൻറ് ഇതിന് മുമ്പത്തെ തവണ കയറിയത് 2016 അപ്പോൾ അന്നേരം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ആരായിരിക്കും മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ ഉള്ളത്. അന്നേരമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയത്. അപ്പോൾ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെയൊക്കെ ഒരു ചുമതലയൊക്കെ ഏൽപ്പിച്ച ആ ഒരു സമയത്ത് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ വന്നത്. അപ്പോൾ നാലാം സംസ്ഥാന പരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത് 2016 സെപ്റ്റംബറിലാണ്. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാന് ഏത് പദവിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരാം. ക്യാബിനറ്റ് മന്ത്രിയുടെ, കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാന് ക്യാബിനറ്റ് മന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത്. ഭരണപരിഷ്കാര കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 2 അംഗങ്ങളാണ്. ഭരണപരിഷ്കാര കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ 2 അംഗങ്ങളുണ്ട്. നാലാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VS അച്യുതാനന്ദനായിരുന്നു. 2016 നിലവിൽ വന്ന നാലാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ. നാലാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷനിലെ അംഗങ്ങൾ CP നായർ, അതുപോലെ നീലാ ഗംഗാധരൻ എന്നിവരായിരുന്നു. നാലാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ഷീല തോമസ് ആണ്. അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ അംഗങ്ങളുടെ പദവി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് തുല്യമാണ് എന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഭരണപരിഷ്കാര കമ്മീഷൻ അംഗങ്ങളുടെ പദവി സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക് തുല്യമാണ്. ഓക്കെ. ഇനി ഭരണവും ഭരണ സംവിധാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് നമുക്കങ്ങ് പഠിച്ചു പോകാം. കേരളത്തിലെ ആകെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം
21 കേരളത്തിൽ 21 റവന്യൂ ഡിവിഷനുകൾ. കേരളത്തിൽ 77 താലൂക്കുകളും 1664 വില്ലേജുകളുമാണുള്ളത്. കേരളത്തിൽ 77 താലൂക്കുകളും 1664 വില്ലേജുകളും. കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 എണ്ണമാണ്. 6 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ. ഏറ്റവും ഒടുവിലായി നിലവിൽ വന്ന മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152 152. കേരളത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 941 ഗ്രാമപഞ്ചായത്തുകളുമുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 87 മുനിസിപ്പാലിറ്റികളുമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാര്? പൊതുവെ LGS പരീക്ഷകളിലും ഡിഗ്രി ലെവൽ പരീക്ഷകളിലും ഒക്കെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പോയിന്റുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ പോലും ചീഫ് സെക്രട്ടറിയാണ് കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരിയായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ NES രാഘവനാചാരി. കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി AG മേനോനാണ് കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി. അതുപോലെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചാൽ പത്മ രാമചന്ദ്രനാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ഓക്കെ, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവി വഹിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും വനിതകളാണ് ലിസി ജേക്കബും നീല ഗംഗാധരനും. നീല ഗംഗാധരൻ്റെ പേര് നമ്മളിപ്പോൾ നേരത്തെ 4ാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഓർത്തോളുക. കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവി വഹിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും വനിതയാണ് ലിസി ജേക്കബും നീല ഗംഗാധരനും. ധനകാര്യ നിയമ വകുപ്പുകൾ ഉൾപ്പെടെ ആകെ എത്ര സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത് എന്ന് ചോദിച്ചാൽ 44 സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ട്. ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ പൊതുഭരണ വകുപ്പ്. ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പൊതുഭരണ വകുപ്പ് അല്ലെങ്കിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോഴത്തെ പരീക്ഷയുടെ രീതിയിലൊക്കെ ഒരുപക്ഷെ ചോദ്യം ഇങ്ങനെയായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പൊതുഭരണ വകുപ്പ് എന്നറിയപ്പെടുന്നു. അതുപോലെ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റുകളോട് തന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോയിൻറ്റും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകണം. പൊതുഭരണ വകുപ്പിന് കീഴിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം 42. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാർ. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് സെക്രട്ടറിമാരെന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതുപോലെ ഇങ്ങനെയുള്ള പദവികളൊക്കെ വഹിക്കുന്നവർ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം IAS കേഡറിൽ വരുന്നവരാണ്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെയുള്ള പദവികളൊക്കെ വഹിക്കുന്നവർ IAS കേഡറിൽ വരുന്നവരാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് സെക്ഷനുകളാണ്. സെക്രട്ടേറിയറ്റിലെ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് സെക്ഷനുകളാണ്. സെക്ഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പറയുന്ന പേര് സെക്ഷൻ ഓഫീസർ എന്നാണ്. ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥന് ജില്ലാ കളക്ടർ എന്നാണ് പറയുന്നത്. ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ അതുപോലെ ഉള്ള പൊതു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ് എന്നൊരു പക്ഷേ ചോദിക്കാം. ഉത്തരം ഡെപ്യൂട്ടി കളക്ടർമാർ. ഒന്നുകൂടെ പറയാം: ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നിങ്ങനെയുള്ള പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർമാർ. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ ജില്ലാ കളക്ടർ. ജില്ലകളുടെ റവന്യൂ ഡിവിഷനുകളുടെയും ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം സബ് കളക്ടർ അല്ലെങ്കിൽ RDO ആണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സബ് കളക്ടർ അല്ലെങ്കിൽ RDO. കേരള സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ ഞാൻ ഇനി പറയാൻ പോവാണ്. കേരള സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്ന വർഷം 1959. കേരള സർവീസ് ചട്ടങ്ങൾ 1959 നിലവിൽ വന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് 2018 ജനുവരി 1.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS ചട്ടങ്ങൾ നിലവിൽ വന്നത് 2018 ജനുവരി 1. കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് 1994 ഏപ്രിൽ 23 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയായിരുന്നു. കേരള പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കിയത് 94 ഏപ്രിൽ 23 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുകയായിരുന്നു. കേരളത്തിൽ 1995 ഒക്ടോബർ 2 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് മുഖ്യമന്ത്രി A.K. ആൻ്റണിയായിരുന്നു. കേരളത്തിൽ 95 ഒക്ടോബർ 2 ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. ആ സമയത്തെ മുഖ്യമന്ത്രി A.K. ആൻ്റണി. കേരളത്തിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന സമയത്ത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്നത് PK ബാവയും അതുപോലെ മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രിയായിരുന്നത് PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. അപ്പോൾ 2 PK കൂട്ടിയുള്ള പേരുകൾ PK ബാവയും PK കുഞ്ഞാലിക്കുട്ടിയും. എന്താണ് അവരുടെ പ്രത്യേകത? കേരളത്തിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം 1995 നിലവിൽ വന്നപ്പോൾ ആ സമയത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ് ആദ്യത്തെ PK ബാവ. മുനിസിപ്പാലിറ്റി വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നത് കേരള സംസ്ഥാന കമ്മീഷൻ നിലവിൽ വന്നത് 2016 ഫെബ്രുവരി 24 കേരളത്തിൽ സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നത് 2020 ഒക്ടോബർ 23 കേരളത്തിൽ സാമ്പത്തിക സംവരണം പ്രാബല്യത്തിൽ വന്നത് 2020 ഒക്ടോബർ 23. നെക്സ്റ്റ് പോയിന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഏതാണോ ആദ്യം ആ രീതിയിൽ. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി 4 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ഏതാണോ ആദ്യം ആ ഒരു രീതിയിലാണ്. ആസ്ഥാനം തിരുവനന്തപുരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്ന തീയതി ചോദിക്കാം. 2010 ഓഗസ്റ്റ് 26 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിലവിൽ വന്നത്. RDO എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ന് പറയുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. RDOയുടെ ഫുൾ ഫോം റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ പ്രധാന ഘടകങ്ങളായ താലൂക്കുകളുടെ തലവനാണ് തഹസിൽദാർ. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ പ്രധാന ഘടകങ്ങളാണ് ഈ താലൂക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ തലവന് തഹസിൽദാർ എന്നാണ് പറയുന്നത്. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങളാണ് വില്ലേജുകൾ. താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങൾക്ക് വില്ലേജുകൾ എന്നാണ് പറയുന്നത്. വില്ലേജ് ഭരണത്തിൻ്റെ ചുമതല വഹിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 2016 ഫെബ്രുവരി 26 രാഷ്ട്രപതി പ്രണവ് മുഖർജി, അന്നത്തെ രാഷ്ട്രപതിയായ പ്രണവ് മുഖർജി ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചായിരുന്നു. 2020 പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായും കേരളം മാറി. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മുഴുവൻ സ്കൂളുകളും ഡിജിറ്റലൈസ് ചെയ്താണ് കേരളം മാറിയത്. 2020 പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി കേരളം മാറിയിരുന്നു. ഇൻ്റർനെറ്റ് പൗരന്മാരുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം കേരളമാണ്. ഈ അക്ഷയയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഗവേണൻസിലാണ് അക്ഷയ. ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. നമുക്കറിയാം സർക്കാരിൻ്റെ കാര്യങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാനൊക്കെയാണ് അക്ഷയ നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ അക്ഷയ കേന്ദ്രം എന്ന് പറയുന്നത്. അവസരങ്ങളുടെ ജാലകം, ഗേറ്റ് വേ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് അക്ഷയ പദ്ധതിയുടെ മുഖവാക്യം. അവസരങ്ങളുടെ ജാലകം അഥവാ ഗേറ്റ് വേ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നതാണ് അക്ഷയ പദ്ധതിയുടെ മുഖവാക്യം. അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. 2002 നവംബർ 18 മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2002 നവംബർ 18 മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏത് എന്ന് ചോദിച്ചാലും ഉത്തരം മലപ്പുറമാണ്. ഓക്കെ. സ്പാർക്ക് സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നതാണ് സ്പാർക്കിൻ്റെ മുഴുവൻ പേര്. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ്
റെപ്പോസിറ്ററി ഫോർ കേരള എന്നതാണ് സ്പാർക്കിൻ്റെ ഫുൾ ഫോം. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തി അവരുടെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി ശേഖരിക്കുന്നതിനും ശമ്പള വിതരണത്തിനുമായി നടപ്പാക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ സേവന സംവിധാനമാണ് ഈ സ്പാർക്ക് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളൊക്കെ സെറ്റാകാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്, ഓൺലൈൻ സംവിധാനമാണ് ഈ സ്പാർക്ക്. ഫുൾ ഫോം എന്ന് ഓർത്തോളുക. സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള എന്നതാണ് സ്പാർക്കിൻ്റെ ഫുൾ ഫോം. കേരള സ്റ്റേറ്റ് IT മിഷനാണ് സ്പാർക്ക് തയ്യാറാക്കിയത്. അടുത്തത് ഹെൽത്ത്. സർക്കാർ ആശുപത്രികളിലെ എല്ലാ പ്രവർത്തനങ്ങളും ആധുനിക വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഹെൽത്ത് എന്ന് പറയുന്നത്. ആരോഗ്യ സേവനങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ പ്രദാനം ചെയ്യുന്നതിന് ആരോഗ്യ സംരക്ഷണ വിവരങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഡേറ്റാബേസ് സൂക്ഷിക്കുകയാണ് ലക്ഷ്യം. അപ്പോൾ സർക്കാർ ആശുപത്രികളിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളെയും ആധുനിക വിവര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഹെൽത്ത് എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് സഞ്ജീവനി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ജൂൺ 10 ആരംഭിച്ച ഓൺലൈൻ ടെലിമെഡിസിൻ സംവിധാനമാണ് സഞ്ജീവനി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 ജൂൺ 10 ആരംഭിച്ച ഓൺലൈൻ ടെലിമെഡിസിൻ സംവിധാനമാണ് സഞ്ജീവനി. ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കി രോഗിക്ക് ഓൺലൈൻ വഴി സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് ചികിത്സ തേടാം. സൗജന്യമായ ചികിത്സയാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ സഞ്ജീവനി വഴി ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കി രോഗിക്ക് ഓൺലൈൻ വഴി സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് ചികിത്സ നേടാവുന്നതാണ്. സൗജന്യമായ ചികിത്സയാണ് സഞ്ജീവനി വഴി നൽകുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്രം. സർക്കാരിൻ്റെയും മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ബില്ലുകളും നികുതികളും കുറഞ്ഞ ചെലവിൽ അടയ്ക്കാൻ കഴിയുന്ന ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ് ജനസേവാ കേന്ദ്രം. അപ്പോൾ ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം എന്ന് പറയുന്നത് സർക്കാരിൻ്റെയും അതുപോലെ മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും ബില്ലുകളും നികുതികളുമൊക്കെ കുറഞ്ഞ ചെലവിൽ അടയ്ക്കാൻ കഴിയുന്ന ഏകജാലക സംവിധാനമാണ്. IT മിഷൻ പദ്ധതിക്ക് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നൊരു ഭാഗം ജസ്റ്റ് കേരളം ഭരണ സംവിധാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷൻ. സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ വരുന്ന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഭരണഘടനയുടെ 315 വകുപ്പ് അനുസരിച്ചാണ് ഈ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ PSC സ്ഥാപിതമായത്. PSCയുടെ ഭരണഘടനാ അനുച്ഛേദം 315. ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപവൽക്കരിക്കാനും ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷനുകൾ രൂപവൽക്കരിക്കാനും ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. കമ്മീഷൻ അംഗങ്ങളുടെ നിയമനാധികാരി ഗവർണറാണ്. കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നോർമൽ PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണെങ്കിലും സംയുക്ത പബ്ലിക് സർവീസ് കമ്മീഷൻ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് ഓർത്തോളുക. 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ആണ് അംഗങ്ങളുടെ കാലാവധി. PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 62 വയസ്സോ ആണ്. സംസ്ഥാന PSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം പക്ഷേ രാഷ്ട്രപതിക്കാണ്. ഓർത്തോണം, സംസ്ഥാന PSCയിലെ അംഗങ്ങളെ ഗവർണർക്ക് നിയമിക്കാം, പക്ഷേ ജോയിൻ്റ് ആണെങ്കിൽ രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഈ സംസ്ഥാന PSCയിലെ ചെയർമാനെ അംഗങ്ങളെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. 1956 നവംബർ 1 കേരള PSC നിലവിൽ വന്നത്. 1956 നവംബർ 1 കേരള PSC നിലവിൽ വന്നു. K. വേലായുധനായിരുന്നു കേരള PSCയുടെ ആദ്യ ചെയർമാൻ. നെക്സ്റ്റ് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന നിയമ ഓഫീസറാണ്. 165 ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 165 വകുപ്പ്. അഡ്വക്കേറ്റ് ജനറലായി നിയമിതനാകാൻ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാവാനുള്ള അതേ യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഓർത്തോളുക, അഡ്വക്കേറ്റ് ജനറലായി നിയമിതനാകാൻ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാകാനുള്ള അതേ യോഗ്യതകൾ അയാൾക്ക് ഉണ്ടായിരിക്കണം. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുകയും അതുപോലെ നിയമപരമായ മറ്റു ചുമതലകൾ നിർവഹിക്കുകയുമാണ് ഈ സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ജോലി എന്ന് പറയുന്നത്. എന്താണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ജോലി? സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുക, അതുപോലെ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ചുമതലകളൊക്കെ അതുമായി ബന്ധപ്പെട്ടതൊക്കെ വഹിക്കുക. ഇതാണ് സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിൻ്റെ ജോലി. ഗവർണറാണ് നിയമനാധികാരി. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗവർണറാണ്.
കാര്യനിർവഹണത്തിനായി സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യാനും സംസ്ഥാനത്തെ ഏത് നിയമകോടതികളിൽ ഹാജരാകാനും സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന് അവകാശമുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാര്യനിർവഹണത്തിനായി സംസ്ഥാന നിയമസഭയെ അഭിസംബോധന ചെയ്യാനും സംസ്ഥാനത്തെ ഏത് നിയമകോടതികളിൽ ഹാജരാകാനും സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന് അവകാശം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വനിതാ കമ്മീഷൻ. കേരള വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായത് 1995 കേരള വനിതാ കമ്മീഷൻ ആക്ട് പാസ്സായ വർഷം 1995. എന്നാൽ ഇത് രൂപവൽക്കരിക്കപ്പെട്ടത് 1996 മാർച്ച് 16 ആദ്യത്തെ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്. 1996 മാർച്ച് 14 ആദ്യ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്. ആക്ട് രൂപവൽക്കരിക്കുന്നതിനായി നിയമസഹായം നൽകിയത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരും ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റിയുമാണ്. കമ്മീഷൻ നിലവിൽ വരുമ്പോൾ മുഖ്യമന്ത്രി AK ആൻ്റണിയാണ്. ആദ്യ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ AK ആൻ്റണിയാണ് അന്നേരത്തെ മുഖ്യമന്ത്രി. 5 അംഗങ്ങളാണ്, അധ്യക്ഷനും 4 അംഗങ്ങളുമാണ് വനിതാ കമ്മീഷൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. അതുപോലെ തന്നെ 2 തവണ കമ്മീഷൻ അധ്യക്ഷനായത് ജസ്റ്റിസ് D ശ്രീദേവിയാണ്. അപ്പോൾ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരി, 2 തവണ കമ്മീഷൻ അധ്യക്ഷനായത് ജസ്റ്റിസ് D ശ്രീദേവി. തിരുവനന്തപുരത്തെ പട്ടമാണ് വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. അതുപോലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 3 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്, അധ്യക്ഷനും 2 അംഗങ്ങളും. ഡോക്ടർ S ബലരാമൻ, TK വിൽസൺ എന്നിവരായിരുന്നു ഒന്നാമത്തെ കമ്മീഷനിലെ മറ്റംഗങ്ങൾ. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് ഓർത്തിരിക്കുക. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് MM പരീത് പിള്ള. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21 പ്രകാരമാണ് കമ്മീഷന് രൂപം നൽകിയിട്ടുള്ളത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 21 പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുള്ളത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അധ്യായം 3 പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് കമ്മീഷൻ പരിഗണിക്കുക. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അധ്യായം 3 പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണിക്കുക. ഭരണഘടനയുടെ 7ാം പട്ടികയിലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരിഗണന വിഷയങ്ങൾ. പോയിന്റ് ഓർത്തോളുക. ഭരണഘടനയുടെ 7ാം പട്ടികയിലെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പരിഗണന വിഷയങ്ങൾ. പ്രസ്തുത വിഷയം നിയമപരമായി സ്ഥാപിതമായ മറ്റേതെങ്കിലും കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടുള്ള പക്ഷം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ അന്വേഷണം നടത്തത്തില്ല. അപ്പോൾ ഒരു വിഷയം, ആ ഒരു കറസ്പോണ്ടിങ് വിഷയം നിയമപരമായി സ്ഥാപിതമായ മറ്റേതെങ്കിലും ഒരു കമ്മീഷൻ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ അന്വേഷണം നടത്തത്തില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജിയുടെ പദവി വഹിച്ചയാളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെടുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജിയുടെ പദവി വഹിച്ചയാളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെടുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അഥവാ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി പദവി വഹിച്ചയാൾ, പദവിയിൽ 7 വർഷത്തിൽ കുറയാതെ സേവനമനുഷ്ഠിച്ച വ്യക്തിയുമായി ഒന്നുകൂടെ പറയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അഥവാ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി പദവിയിൽ 7 വർഷത്തിൽ കുറയാതെ സേവനമനുഷ്ഠിച്ച വ്യക്തിയാവണം. ഒറ്റവട്ടോടെ പറയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ഒരംഗം ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചയാൾ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജി പദവിയിൽ 7 വർഷത്തിൽ കുറയാത്ത സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരിക്കണം. കമ്മീഷൻ ചെയർമാൻ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം അഥവാ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ റിപ്പോർട്ടുകൾ എന്നിവ സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. പ്രസ്തുത റിപ്പോർട്ടുകൾ നിയമസഭയിൽ വയ്ക്കുന്നത് സംസ്ഥാന
സർക്കാരാണ്. ഓക്കെ, ഇനി ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 243 പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവർണർ നിയമിക്കുന്നു. അപ്പം നിയമിക്കുന്നത് ഗവർണറാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 243 പ്രകാരം ഭരണഘടനയുടെ അനുച്ഛേദം 243 പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവർണറാണ് നിയമിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243 ഭരണഘടനയുടെ അനുച്ഛേദം 243 പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഗവർണറാണ് നിയമിക്കുന്നത്. കേരളത്തിലെ ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ 1994 മെയ് മാസത്തിലാണ് നിലവിൽ വന്നത്. PM എബ്രഹാം ആയിരുന്നു അധ്യക്ഷൻ. കേരളത്തിലെ ഒന്നാമത്തെ ധനകാര്യ കമ്മീഷൻ 1994 നിലവിൽ വന്നു. PM എബ്രഹാം ആയിരുന്നു അധ്യക്ഷൻ. സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ച് ശുപാർശകൾ സമർപ്പിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. പ്രൊഫസർ പ്രഭാത് പട്നായിക് ആയിരുന്നു രണ്ടാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്നും ജസ്റ്റ് ഒന്ന് ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വിവരാവകാശ കമ്മീഷൻ. 2005 വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 2005 ഡിസംബർ 19 തിരുവനന്തപുരമാണ് ആസ്ഥാനം. 6 അംഗങ്ങളാണ് വിവരാവകാശ കമ്മീഷനിലുള്ളത്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ 5 വിവരാവകാശ കമ്മീഷണർമാരും. 2005 ഡിസംബർ 19 സ്ഥാപിതമായി. തിരുവനന്തപുരമാണ് ആസ്ഥാനം. 6 അംഗങ്ങളാണുള്ളത്. ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 വിവരാവകാശ കമ്മീഷണർമാരും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. മുഖ്യമന്ത്രിയാണ് തലവൻ. അപ്പോൾ ഈ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര് എന്ന രീതിയിൽ ചോദ്യം വരുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഗവർണറാണ് വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളതും ഗവർണർക്കാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതുപോലെ മറ്റ് വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരെയൊക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ഗവർണർക്കാണ്. അംഗങ്ങളെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത് സുപ്രീം കോടതിയാണ്. വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യാൻ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടത് സുപ്രീം കോടതിയാണ്. ആദ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. ഏറ്റവും ആദ്യത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആണ്. അതുപോലെ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1993 ഡിസംബർ 3 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായ 243K, 243ZA ഇതൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നു. 243Kയും 243ZAയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്നു. 93 ഡിസംബർ 3 നിലവിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓർത്തോണം പോയിന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയോജക മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ അതിർത്തി നിർണ്ണയിക്കാനായി രൂപീകരിക്കപ്പെടുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ജോസഫാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആദ്യത്തേത് MSK രാമസ്വാമി, രണ്ടാമത്തെ MS ജോസഫ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഭരണഘടനയുടെ 73, 74 ഭേദഗതികളിലൂടെയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഭരണഘടനയിലെ 73, 74 ഭേദഗതിയിലൂടെയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി.
സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ഏകോപന ചുമതല റവന്യൂ വകുപ്പിനാണെന്ന് എന്നോർത്തോണം. സംസ്ഥാനത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകോപന ചുമതലയുള്ള വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം റവന്യൂ വകുപ്പാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യമായി നിലവിൽ വന്നത് 2007 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയത് 2005 കേന്ദ്ര സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയത് 2005. ഓക്കെ. സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപവൽക്കരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നിവയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ. ഓർത്തോണം, സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപവൽക്കരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇവയൊക്കെയാണ് ഈ ഒരു അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ. പരീക്ഷയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ പോയിന്റ് എടുത്തിട്ട് ഇത് ആരാണ് എന്നൊന്നും ആയിരിക്കത്തില്ല ഇപ്പോൾ ചോദിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റായിട്ട് കൊടുത്തേക്കുന്നത് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റുകൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാലേ ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറി ആണെന്ന് ഓർത്തോണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചീഫ് സെക്രട്ടറിയാണ്. സുരക്ഷാ നയം എന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് അല്ലെങ്കിൽ സുരക്ഷായനം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് അഥവാ സുരക്ഷായനം എന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് എന്ന് ഓർത്തോണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. സുരക്ഷായനം ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നതാണ് ഇതിൻ്റെ ആപ്തവാക്യം. ഓക്കെ. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക്, അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന് രൂപം നൽകിയത് 2012 ഒക്ടോബറിലാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയ്ക്ക് രൂപം നൽകിയത് 2012. സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം മലപ്പുറത്തെ പാണ്ടിക്കാടാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആസ്ഥാനം മലപ്പുറത്തെ പാണ്ടിക്കാടാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ 1079 ആണ്. അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070യും 1079 ആണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ജില്ലാ കളക്ടറും കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് എന്ന് ഈ കൂട്ടത്തിലൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അവയുടെ സുസ്ഥിരമായ ഉപയോഗവും ലക്ഷ്യമിട്ട് 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയർ കടൽ തീരത്തുള്ള റാംസർ നഗരത്തിൽ വെച്ച് ഒരു ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ കൺവെൻഷൻ എന്നും ഇതറിയപ്പെടുന്നു. ആ ഒരു പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും അവയുടെ സുസ്ഥിരമായ ഉപയോഗവും ലക്ഷ്യമിട്ട് 1971 ഫെബ്രുവരി 2 ഇറാനിലെ കാസ്പിയർ കടൽ തീരത്തുള്ള റാംസർ നഗരത്തിൽ വെച്ച് ഒരു ഉച്ചകോടി സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ കൺവെൻഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ തണ്ണീർത്തട പുനർജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം കായലിലാണ്. കേരളത്തിൽ തണ്ണീർത്തട പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം കായലിലാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കേരള നെൽവയലും തണ്ണീർത്തടവും സംരക്ഷണ നിയമം നടപ്പിലാക്കിയത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമം നടപ്പിലാക്കിയതെന്ന് ഓർത്തിരിക്കുക. 2015 സർക്കാർ കൊണ്ടുവന്ന ചട്ടപ്രകാരം 2008 മുമ്പ് നികത്തിയ വയലുകൾ പറമ്പായി പതിച്ചു നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു. 2015 സർക്കാർ കൊണ്ടുവന്ന ചട്ടപ്രകാരം
2008 മുമ്പ് നികത്തിയ വയലുകൾ പറമ്പായി പതിച്ചു നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നു. നിയമത്തിലെ വകുപ്പ് 11 പ്രകാരം നിയമം നിലവിൽ വന്നത് മുതൽ കേരളത്തിലെ നീർത്തടങ്ങൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ടതും അവ നികത്തുന്നതും അതുപോലെ തന്നെ അവയിൽ നിന്ന് മണൽ വാരുന്നതൊക്കെ സമ്പൂർണ്ണമായി നിരോധിക്കപ്പെടേണ്ടതുമാണ് ഈ ഒരു നിയമപ്രകാരം. അതുപോലെ തന്നെ കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമപ്രകാരം രൂപം കൊടുക്കുന്ന പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധി 3 വർഷമാണ്. കേരള നെൽവയലും നീർത്തടവും സംരക്ഷണ നിയമപ്രകാരം രൂപം കൊടുക്കുന്ന പ്രാദേശിക തല മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ കാലാവധി 3 വർഷമാണ് എന്നും ഓർത്തിരിക്കുക. റാംസർ സൈറ്റുകൾ 2002 കേരളത്തിലെ 3 പ്രദേശങ്ങൾ റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നിവയാണവ. 2002 വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നിവ റാംസർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, വേമ്പനാട്ട് കായലും സമീപ പ്രദേശങ്ങളും അടങ്ങുന്നതാണ് ഈ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം. കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണിത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം വ്യാപിച്ചു കിടക്കുന്നത്. 1521.5 1521.5 ചതുരശ്ര കിലോമീറ്ററാണ് വേമ്പനാട്ട് കോൾ തണ്ണീർത്തടത്തിൻ്റെ ആകെ വിസ്തീർണം. ഏറ്റവും അധികം മാനുഷിക ഇടപെടലുകൾക്ക് വിധേയമായ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം. അതുപോലെ അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയതും വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ളതുമായ തണ്ണീർത്തടമാണ് അഷ്ടമുടിക്കായൽ. കൊല്ലം കോർപ്പറേഷനിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. വിസ്തീർണം 61.4 ചതുരശ്ര കിലോമീറ്റർ. നീണ്ടകര ഭാഗത്ത് വെച്ച് അഷ്ടമുടിക്കായൽ അറബിക്കടലിലേക്ക് ചേരുന്നു. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇക്കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ശാസ്താംകോട്ടക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ടക്കായൽ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ശാസ്താംകോട്ട, പടിഞ്ഞാറേ കല്ലട, അതുപോലെ മൈനാഗപ്പള്ളി എന്നീ പഞ്ചായത്തുകളിലായി സ്ഥിതി ചെയ്യുന്നതാണ് ശാസ്താംകോട്ടക്കായൽ. അപ്പം ഈ സൈറ്റുകൾ വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ എന്നിവയൊക്കെ 2002 കേരളത്തിൽ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട സൈറ്റുകളാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. കേരളത്തിൽ സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണത്തിനും അതുപോലെ ക്ഷേമത്തിനുമൊക്കെയായി നിലവിൽ വന്ന വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ്. സാമൂഹിക നീതി വകുപ്പ് കേരളത്തിലെ കുട്ടികളുടെയും അതുപോലെ മുതിർന്ന പൗരന്മാരുടെയൊക്കെ സംരക്ഷണത്തിനും ക്ഷേമത്തിനും ഒക്കെ വേണ്ടി നിലവിൽ വന്ന വകുപ്പാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് നിർഭയ. നിർഭയ പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകിയ സമിതിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നിർഭയ പദ്ധതിക്ക് ജില്ലാതലത്തിൽ നേതൃത്വം നൽകുന്ന സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് ചെയർമാൻ ജില്ലാ കളക്ടറുമാണെന്ന് ഓർത്തിരിക്കുക. അവിവാഹിതരായ വനിതകൾ, വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കായി സർക്കാർ തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓർക്കുക, അവിവാഹിതരായ വനിതകൾ, വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കൊക്കെയായിട്ടുള്ള സർക്കാർ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഒന്നുകൂടെ പറയാം, അവിവാഹിതരായ വനിതകൾ, വിവാഹമോചിതരായ വനിതകൾ എന്നിവർക്കൊക്കെയായി സർക്കാർ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരിക, മാനസിക, നിയമപരമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് ശാരീരിക, മാനസിക, നിയമപരമായ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. വനിതകൾക്ക് സബ്സിഡി നൽകിയിട്ടുള്ള ഓട്ടോറിക്ഷ വിതരണമാണ് അങ്കനശ്രീ. വനിതകൾക്ക് സബ്സിഡി നൽകിക്കൊണ്ടുള്ള ഒരു ഓട്ടോറിക്ഷ വിതരണമാണ് അങ്കനശ്രീ. അതുപോലെ തന്നെ അതിക്രമങ്ങളെ അതിജീവിക്കുന്ന സമർത്ഥരായ സ്ത്രീകൾക്ക് തൊഴിലവസരത്തിനായി നിർമ്മിക്കുന്ന വീടുകളാണ് തേജോമയി. പോഷകക്കുറവ്, വിളർച്ച എന്നിവ പരിഹരിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സമ്പുഷ്ട കേരളം. സംസ്ഥാന വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സ്ത്രീകൾ നടത്തുന്ന ഹോട്ടൽ പദ്ധതിയാണ് ഹോസ്റ്റസ്. സംസ്ഥാന വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി സ്ത്രീകൾ നടത്തുന്ന ഹോട്ടൽ പദ്ധതിയാണ് ഹോസ്റ്റസ്. പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനം ലളിതമാക്കാനുള്ള സർവശിക്ഷാ അഭിയാൻ്റെ പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ്. പൊതുവിദ്യാലയങ്ങളിലെ ഇംഗ്ലീഷ് പഠനം ലളിതമാക്കാനുള്ള സർവശിക്ഷാ വകുപ്പിൻ്റെ അഭിയാൻ്റെ പദ്ധതിയാണ് ഹലോ ഇംഗ്ലീഷ്. ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായുള്ള പദ്ധതിയാണ് ഗോത്രബന്ധു. ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായുള്ള പദ്ധതിയാണ് ഗോത്രബന്ധു. പട്ടികജാതി വിഭാഗങ്ങളിലെ സാക്ഷരതയ്ക്കും അതുപോലെ
തുടർ പഠനത്തിനുമുള്ള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് നവചേതന. പട്ടികജാതി വിഭാഗങ്ങളിലെ സാക്ഷരതയ്ക്കും അതുപോലെ തുടർ പഠനത്തിനുമുള്ള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് നവചേതന. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പദ്ധതിയാണ് യെസ് കേരള. കോളേജ് വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായുള്ള പദ്ധതിയാണ് യെസ് കേരള. ദാരിദ്ര്യ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം എത്തിക്കാനുള്ള പദ്ധതിയാണ് മധുരം പ്രഭാതം. ദാരിദ്ര്യ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം എത്തിക്കാനുള്ള പദ്ധതിയാണ് മധുരം പ്രഭാതം. വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് കരുതൽ. വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് കരുതൽ. UN സ്കിൽസ് ആൻഡ് അച്ചീവിംഗ് റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ അംഗീകാരം ലഭിച്ച പാർപ്പിട പദ്ധതിയാണ് ഇടം. UN സ്കിൽസ് ആൻഡ് അച്ചീവിംഗ് റാപ്പിഡ് ട്രാൻസ്ഫോർമേഷൻ അംഗീകാരം ലഭിച്ച പാർപ്പിടം പദ്ധതിയാണ് ഇടം എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, കേരളത്തിലെ അംഗീകൃത അനാഥാലയങ്ങളിലെ കുട്ടികളെ ദത്തെടുക്കുന്നതിനായുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് സനാഥ ബാല്യം. സനാഥ ബാല്യം എന്നത് കേരളത്തിലെ അംഗീകൃത അനാഥാലയങ്ങളിലെ കുട്ടികളെ ദത്തെടുക്കുന്നതിനായുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ്. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. 2015 ആരംഭിച്ച പദ്ധതിയാണ്. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. കേരള ലളിതകലാ അക്കാദമി ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ആർട്ട് ഫെസ്റ്റാണ് സമന്വയ ആർട്ട് ഫെസ്റ്റ്. സമന്വയ ആർട്ട് ഫെസ്റ്റ് ഭിന്നലിംഗക്കാർക്ക് വേണ്ടി കേരള ലളിതകലാ അക്കാദമി ആരംഭിച്ച ഫെസ്റ്റാണ്. യാത്രക്കിടെ അപകടത്തിൽപ്പെടുന്നവർക്കും ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി. വിഷാദ രോഗങ്ങൾക്കായുള്ള സർക്കാർ പദ്ധതിയാണ് ആശ്വാസ്. വിഷാദ രോഗങ്ങൾക്കായുള്ള പദ്ധതിയാണ് ആശ്വാസ്. ആയുർവേദത്തിലൂടെ കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഋതു. അനാഥരും ശാരീരിക മാനസിക അവശത അനുഭവിക്കുന്നവരുമായ കുട്ടികൾക്കായുള്ള പണം സ്വരൂപിക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് കാരുണ്യ ഡെപ്പോസിറ്റ്. HIV ബാധിതരുടെ മക്കൾക്കായുള്ള പ്രത്യേക കരുതൽ പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്പെഷ്യൽ. സ്നേഹപൂർവ്വം സ്പെഷ്യൽ എന്നത് HIV ബാധിതരുടെ മക്കൾക്കായുള്ള പ്രത്യേകം കരുതൽ പദ്ധതിയാണ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് കനിവ്. വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മരുന്ന്, ഭക്ഷണം, പരിചരണം എന്നിവ ഉറപ്പാക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് കനിവ്. മാനസിക രോഗബാധിതരായ ആദിവാസികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ പാലക്കാട്ടെ അട്ടപ്പാടിയിൽ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ് പുനർജനി. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്കൂളാണ് ബഡ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഭിന്നശേഷി കുട്ടികളെ മികവിലേക്കുയർത്താൻ സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ പരിശീലന പരിപാടിയാണ് തണൽക്കൂട്ടം. ഭിന്നശേഷി കുട്ടികൾക്ക് മികവ് പുലർത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് തണൽക്കൂട്ടം എന്നറിഞ്ഞിരിക്കുക. ട്രാൻസ്ജെൻഡർ തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ് സമന്വയ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കായുള്ള തുടർ വിദ്യാഭ്യാസ പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി പ്രദാനം ചെയ്ത് സാമ്പത്തിക സാശ്രയത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് നവജീവൻ. മുതിർന്ന പൗരന്മാർക്ക് ജീവനോപാധി പ്രദാനം ചെയ്ത് സാമ്പത്തിക സാശ്രയത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് നവജീവൻ. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത് എന്നത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകാനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. ഗാർഹിക പീഡനത്തിൽ നിന്ന് വനിതകളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പും തപാൽ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂതെന്നും അറിഞ്ഞിരിക്കുക. ഈ പദ്ധതികളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. 1998 കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രൂപം നൽകിയത്. പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ഇതിൻ്റെ ആപ്തവാക്യം സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതായിരുന്നു. ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്ന് 18 വയസ്സ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന 10 മുതൽ 20 വരെ അംഗങ്ങളുള്ള അയൽക്കൂട്ടങ്ങളാണ് കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം. വാർഡ് തലത്തിലെ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ, നഗരസഭ, പഞ്ചായത്ത് തലത്തിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ എന്നിവയാണ് കുടുംബശ്രീയുടെ മറ്റ് 2 തലങ്ങൾ. ADSഉം അതുപോലെ CDSഉം ഓർത്തോളുക. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീ ശക്തി. സംരംഭങ്ങളിലൂടെ ഉൽപ്പാദന വിതരണ മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള കുടുംബശ്രീയുടെ പോർട്ടലാണ് സമഗ്ര. കുടുംബശ്രീ ട്രാവൽസ് സ്ത്രീകൾക്കായുള്ള ടാക്സി സർവീസാണ്. ഷീ ടാക്സി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ജെൻഡർ പാർക്കിൻ്റെ സ്ത്രീകൾക്കായുള്ള
ടാക്സി സർവീസാണ് ഷീറ്റ് ടാക്സി. 2013 ആരംഭിച്ചത്. കുടുംബശ്രീ അഗതി മന്ദിരങ്ങളാണ് ആശ്രയ. അതുപോലെ ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ അയൽക്കൂട്ടമാണ് മനസ്വിനി. യുവജനങ്ങൾക്കുള്ള സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് യുവശ്രീ. അതുപോലെ ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ജീവനം ഉപജീവനം. കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ. അതുപോലെ തീരദേശ മേഖലകളിൽ കുടുംബശ്രീയുടെ സംഘടനാ സംവിധാനത്തിൻ്റെ സമഗ്രമായ നവീകരണവും വ്യാപനവും ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ് തീരശ്രീ. അതുപോലെ കുടുംബശ്രീയുടെ സ്വന്തം സഞ്ചരിക്കുന്ന റെസ്റ്റോറൻ്റാണ് ഫുഡ് ഓൺ വീൽ. കുടുംബശ്രീയുടെ നാടക ഗ്രൂപ്പാണ് രംഗശ്രീ എന്നും ഈ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി സാമൂഹിക ക്ഷേമം, സാമൂഹിക സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ നോക്കാം. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നിലവിൽ വന്നത് 2008 സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് കേരള സർക്കാർ രൂപം നൽകിയത് 2020 16 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവരാണ് അംഗങ്ങൾ. അതുപോലെ കേരള സർക്കാർ അംഗപരിമിതർക്കായുള്ള നയം രൂപവൽക്കരിച്ചത് 2015 ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരം നടപ്പാക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. പ്രതിവാര ഭാഗ്യക്കുറികളിൽ നിന്നുള്ള അറ്റാദായം വിനിയോഗിച്ച് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട്. ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നതാണ് ലൈഫ് മിഷൻ്റെ ഫുൾ ഫോം. ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. 18 വയസ്സിന് താഴെയുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പ്രളയ പുനർനിർമ്മാണ പദ്ധതിയാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാകുന്ന പദ്ധതിയാണ് തീർത്ഥം. അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള തൊഴിൽ നൈപുണ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് ആവാസ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് റോഷ്നി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള സൈക്കിൾ വിതരണ പദ്ധതിയാണ് വിദ്യായാത്ര. അതുപോലെ വിജ്ഞാൻ വാടി പട്ടികജാതി കോളനികളോടനുബന്ധിച്ച് ഇൻ്റർനെറ്റ് സൗകര്യത്തോടു കൂടിയ കമ്പ്യൂട്ടർ ലൈബ്രറി, വായനശാല എന്നിവ സജ്ജീകരിക്കുന്ന പദ്ധതിയാണ് വിജ്ഞാൻ വാടി. വാത്സല്യനിധി നിർധന പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് 50,000 രൂപ LICയിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി. അതുപോലെ ഉജ്ജീവൻ പ്രളയബാധിതർക്ക് 10 ലക്ഷം രൂപ ലോണായി നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഉജ്ജീവൻ. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള സംരംഭമാണ് എൻ്റെ കൂട്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള മലയാളം പഠന പദ്ധതിയാണ് ചെങ്ങാതി. അതുപോലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്യമായിട്ടുള്ള സംസ്ഥാന സാക്ഷരതാ മിഷൻ പദ്ധതിയാണ് അതുല്യം. മലയാള അക്ഷരം അറിയാത്ത പ്രൈമറി കുട്ടികളെ കണ്ടെത്തി അക്ഷരം പഠിപ്പിക്കുന്ന സർവശിക്ഷാ അഭിയാൻ പദ്ധതിയാണ് മലയാള തിളക്കം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി. അതുപോലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയെ അഴിമതി വിമുക്തമാക്കാനുള്ള പദ്ധതിയാണ് എഡ്യു വിജിൽ എന്നും അറിഞ്ഞിരിക്കുക.